കഴിഞ്ഞ ദിവസം യു.പിയിൽ നിന്നും ദളിത് പെൺകുട്ടികളെ കാണാനില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ പ്രയാഗ്രാജിൽ ആക്ടിവിസ്റ്റുകൾ അഴിഞ്ഞാടുകയുണ്ടായി. പക്ഷേ ആ വാർത്തയുടെ ഫോളോ അപ്പ് ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. ആ ചന്ദ്രശേഖർ ആസാദ് നടത്തിയ പ്രക്ഷോഭം വലിയ വാർത്തയാക്കിയ മലയാള മാധ്യമങ്ങൾ മുക്കിയത് അതിന്റെ ബാക്കി വാർത്തകളായിരുന്നു. ആ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് ചുരുക്കം ചില നാഷണൽ മീഡിയാസ് മാത്രമാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നോ രണ്ടോ പെൺകുട്ടികളല്ല, വലിയ സംഘം തന്നെ ദരിദ്രരായ ദളിത് പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പ്രണയം നടിച്ച് കേരളത്തിലെത്തിക്കുകയും ഇവിടെ മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ റാക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഗംഗാനഗർ DCP ഗുൽദീപ് സിംഗ് ഗുൺവത് പറയുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു വലിയ മോഡൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. താജ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ്. വിശദമായ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ലിൽഹട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു റേഷൻ വ്യാപാരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടിയെ ബനോ എന്ന് പറയുന്ന കാമുകൻ, പ്രണയത്തിൽ വശീകരിച്ച കാമുകൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ ബനോ മാത്രമായിരുന്നില്ല, ബനോയുടെ സുഹൃത്തും ഫുൽപൂർ നിവാസിയുമായ മുഹമ്മദ് കൈഫും ഉണ്ടായിരുന്നു. മുഹമ്മദ് കൈഫും ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി DCP ഗുൽദീപ് സിംഗ് ഗുൺവത് പറയുന്നുമുണ്ട്. അത് കൂടുതൽ ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് എന്ന് കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. കാരണം ഇതൊരു ചെറിയ കേസല്ല, ഒരു ചെറിയ ഒരു കേസല്ല. ഒരു പറ്റം പെൺകുട്ടികളെ ഇത്തരത്തിൽ കേരളത്തിലേക്ക് കടത്തുന്നുണ്ട് എന്ന് സംശയമുള്ളതായിട്ടാണ് ഇപ്പോൾ ഈ DCP തന്നെ പറയുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയെ പ്രയാഗ്രാജിൽ നിന്ന് ആദ്യം ഡൽഹിയിലേക്ക് കൊണ്ടുപോകും, ദില്ലിയിൽ നിന്ന് തൃശ്ശൂരേക്ക് ട്രെയിൻ മാർഗം എത്തിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ഈ ബനോ എന്ന് പറയുന്ന യുവാവ് പലവട്ടം താജ് മുഹമ്മദ് എന്ന വ്യക്തിയുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം അവിടെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനായി ഒരുപറ്റം സ്ത്രീകളും പുരുഷന്മാരും എത്തുകയുണ്ടായി. ഈ പെൺകുട്ടിയെ ഒരു വീട്ടിലെത്തിച്ച ശേഷം മതം മാറ്റത്തിനായി നിർബന്ധിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും കേരള പോലീസ് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് UP പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ ഫുൽപൂരിൽ നിന്ന് പോലീസും കുടുംബാംഗങ്ങളും എത്തുകയും ഈ പെൺകുട്ടിയെ UPയിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു. തുടർന്ന് UP പോലീസും കേരള പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ ഈ രണ്ട് പ്രതികളും പിടിയിലാകുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാവിനെ ഇതിനിടയിൽ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായിട്ടും വിവരമുണ്ട്. അതായത് ഒരു വലിയ റാക്കറ്റ് വർക്ക് ചെയ്യുന്നു. നിലവിൽ പെൺകുട്ടിയുടെ വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഗ്രൂപ്പ് എത്രത്തോളം ഭീകരമാണ് എന്ന് തന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. UP പോലീസ് റിപ്പോർട്ട് പ്രകാരം പ്രതി ബനോ ഒരു സംഘടിത സംഘത്തിന്റെ ഭാഗമാണ്, ഒരു സംഘടിതമായ സംഘടനയുടെ ഭാഗമാണ്. അത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൊഡ്യൂളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് താജ് മുഹമ്മദ് എന്നാണ്. പ്രയാഗ്രാജ് പോലീസ് അവരുടെ അന്വേഷണ വിവരം കേരള പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പല പെൺകുട്ടികളും മിസ്സിംഗ് ആയിട്ടുണ്ട്. ഈ പെൺകുട്ടി നൽകിയ മൊഴിയിൽ ഈ പെൺകുട്ടിക്കൊപ്പം മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു എന്നുകൂടി ഒരു മൊഴി നൽകിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. ഏതായാലും നിലവിൽ മുഹമ്മദ് കൈഫും ബനോയും അറസ്റ്റിലായിട്ടുണ്ട്. ഈ താജ് മുഹമ്മദിനെ തപ്പി UP പോലീസും കേരള പോലീസും രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ റാക്കറ്റാണ്. ഈ പ്രതികൾ പെരുമ്പാവൂരിനടുത്ത ഒരു സ്ഥലത്ത് നിന്നാണ് പിടിയിലായത് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയുമുണ്ട്. ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് UPയിലെ പ്രയാഗ്രാജിൽ ഈ ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയും അവിടുത്തെ കടകളും വാഹനങ്ങളും ഒക്കെ തീയിടുകയും ചെയ്തിരുന്നു. പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് വെടിവെപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയ വലിയ പ്രക്ഷോഭമായിരുന്നു. വലിയ വാർത്ത തന്നെയായിരുന്നു അത്. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ആണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നത്. ഏതായാലും ആ പെൺകുട്ടി ഭാഗ്യം കൊണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ആ സമയത്ത് അവിടെ പോലീസിന് എത്താൻ കഴിഞ്ഞതുമാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഒരു വലിയ വാർത്തയുടെ ചുരുളഴിയുന്നത്, ഒരു നാഷണൽ ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ് ഈ വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.